ദേശീയപാത 66-ൽ കായംകുളം ഭാഗത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് കാട്ടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീറിന് മുസ്ലിം ലീഗ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി നിവേദനം സമർപ്പിച്ചു. പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാണ് നേതൃത്വത്തിന്റെ ആവശ്യം. കായംകുളം പട്ടണത്തെ രണ്ടായി മുറിക്കുന്ന ദേശീയപാത നിർമ്മാണ വിഷയം കേന്ദ്ര ഉപരിതല ഗതാഗത ഹൈവേ വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീർ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വിഷയം ചർച്ചയിലായത്. അടിയന്തര പരിഹാരമുണ്ടാകണമെന്നും നിലവിലെ പ്രതിസന്ധി മറികടക്കാനുള്ള ഏകമാർഗമായ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള മുസ്ലിം ലീഗ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നിവേദനം പി.കെ. ബഷീർ കേന്ദ്രമന്ത്രിക്ക് കൈമാറി. കായംകുളം പട്ടണത്തിലൂടെയുള്ള ദേശീയപാത 66-ലെ കുറ്റുകുളങ്ങര കൊല്ലം റീച്ചിൽ നിർമ്മിക്കുന്ന പാതയുടെ നിർമ്മാണം പട്ടണത്തെ രണ്ടായി വിഭജിക്കുന്നുവെന്ന് നിവേദനത്തിൽ മുസ്ലിം ലീഗ് ചൂണ്ടിക്കാട്ടി. എം.പിയും പുതിയ മന്ത്രിസഭയും രൂപീകരണത്തിന് ശേഷം ഈ വിഷയത്തിൽ സാധ്യമായ എല്ലാ ഇടപെടലുകളും നമ്മുടെ എം.എൽ.എ. ലിജുവും കെ.സി. വേണുഗോപാൽ എം.പിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റി വളരെ പ്രസക്തമായ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ നാഷണൽ ഹൈവേയുടെ ചുമതല കൂടിയുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് വളരെ വിശദമായ ഒരു നിവേദനം നൽകുകയും, നമുക്കറിയാം കായംകുളത്ത് ഏതാണ്ട് 2 ലക്ഷത്തോളം ജനങ്ങൾ കായംകുളം പടിഞ്ഞാറും കായംകുളം കിഴക്കുമായി താമസിക്കുകയാണ്. നിത്യേന അവർ ആശ്രയിക്കേണ്ടി വരുന്ന വിവിധ ഗവൺമെൻറ് ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷൻ, ആശുപത്രി, അതുപോലെ തന്നെ ഫയർ സ്റ്റേഷൻ അടക്കം സ്കൂളുകൾ, ആരാധനാലയങ്ങൾ അടക്കം പോകേണ്ടുന്ന ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടും ദുരിതവും ഉണ്ടാക്കുന്ന തരത്തിലാണ് കായംകുളത്തെ ഈ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നതിനാൽ ഹൈവേയുടെ കിഴക്കും പടിഞ്ഞാറും വശങ്ങളിൽ തിങ്ങിപ്പാർക്കുന്ന 2 ലക്ഷത്തോളം ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. സുനാമി ദുരന്തമുണ്ടായ സമയത്ത് വളരെ പെട്ടെന്ന് ആംബുലൻസുകളും ഫയർ എഞ്ചിനുകളും എത്തി ദുരന്തബാധിതരെ ആശുപത്രികളിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കാനായി. ഇത്തരം ദുരന്തമുഖങ്ങളിൽ ഇരകളെ രക്ഷിക്കാൻ കോട്ടകെട്ടിയുള്ള അശാസ്ത്രീയ നിർമ്മാണം ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. ജനങ്ങൾ നിത്യ ജീവിതത്തിൽ ആശ്രയിക്കുന്ന വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ പട്ടണത്തിന്റെ ഇരുവശങ്ങളിലും സ്ഥിതി ചെയ്യുന്നതിനാൽ പാത നിർമ്മാണം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കായംകുളം ടൗണിന്റെ വടക്കുവശമുള്ള ഹരിപ്പാട് പട്ടണത്തിൽ 3000 മീറ്ററും തെക്ക് ഭാഗത്തുള്ള കരുനാഗപ്പള്ളിയിൽ 2000 മീറ്ററും എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നുണ്ടെങ്കിലും കായംകുളത്തെ മാത്രം അവഗണിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ള തൂത്തുക്കുടി പോർട്ടും കൊച്ചി പോർട്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വികസന പദ്ധതികൾ നടപ്പാക്കുന്ന കായംകുളം പുനലൂർ പാതയുടെ കണക്ടിവിറ്റിയും NH66-ലെ കായംകുളം ടൗണിൽ ആയതുകൊണ്ട് ഇവിടെ എലിവേറ്റഡ് ഹൈവേയുടെ അനിവാര്യതയും മന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തി. ആയതിൽ ജനങ്ങളുടെ ദുരിതത്തിന് ആശ്വാസവും കായംകുളം പട്ടണത്തിന്റെ സംരക്ഷണത്തിനും സഹായകരമാകുന്ന തരത്തിൽ കായംകുളം പട്ടണത്തിൽ എലിവേറ്റഡ് ഹൈവേയും ഹീറോ ഹോണ്ട ജംഗ്ഷൻ മുതൽ ടെക്സ്മോ ജംഗ്ഷൻ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് A.M. നസീർ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് H. ബഷീർ കുട്ടി, നിയോജക മണ്ഡലം പ്രസിഡന്റ് A. ഇർഷാദ്, ജനറൽ സെക്രട്ടറി സിയാദ് വലിയ വീട്ടിൽ എന്നിവർ സമർപ്പിച്ച നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ദേശീയപാത റീജിയണൽ ഓഫീസർക്കും പൊതുമരാമത്ത് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ ആലപ്പുഴ MP കെ.സി. വേണുഗോപാലിനും കായംകുളം MLA മന്ത്രിയുമായ M. ലിജുവിനും നിവേദനം നൽകി. ഒരാഴ്ചയ്ക്കുള്ളിൽ കേന്ദ്രമന്ത്രിയെ കാണുന്ന M. ലിജു വിഷയം ഉന്നയിക്കുമെന്നും നേതാക്കളെ അറിയിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.